ഇന്ത്യയിൽ ഈ നാൾക്ക് നാൾ പ്രതിപക്ഷം ശുഷ്കമായി വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ വന്ദേമാതര വിലാപവും ഒക്കെ തന്നെ അത്തരത്തിലെ പ്രതിപക്ഷത്തിൻ്റെ ഒരു വലിയ പരാജയത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ പരാജയം 2014 മുതൽ തുടങ്ങിയതാണ്. ഇപ്പോൾ ഏതാണ്ട് അതൊരു മൂർധന്യത്തിൽ നിൽക്കുകയാണ്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഇപ്പം 12 വർഷത്തെ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ അവസാന വർഷങ്ങൾ, ഒരു വർഷം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വലിയ വെല്ലുവിളി പ്രതിപക്ഷ നിരയിൽ നിന്നുണ്ടായി. അത് നമ്മളൊരു ഈ ഇന്ത്യൻ രാഷ്ട്രീയം സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്ന ഒരാളിന് അത് മനസ്സിലാവും. കാരണം നരേന്ദ്രമോദി രാഷ്ട്രീയമായിട്ട് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിട്ടത് 2023-24 തിരഞ്ഞെടുപ്പുകളിലാണ്. അതിൽ 2023 നടന്ന തിരഞ്ഞെടുപ്പുകളിൽ നമുക്കറിയാം കർണാടകത്തിൽ BJP പരാജയപ്പെട്ടു, ഹിമാചൽ പ്രദേശിൽ BJP പരാജയപ്പെട്ടു, അതേസമയം രാജസ്ഥാനിലും മറ്റൊക്കെ നേട്ടങ്ങളുണ്ടാക്കി. പക്ഷേ പിന്നീട് നമ്മൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്കും 303 സീറ്റിൽ നിന്ന് BJP 240 സീറ്റിലേക്ക് താഴെ പോയി. അപ്പം നരേന്ദ്രമോദിയുടെ 1-2 സർക്കാരുകൾ മുന്നണി രാഷ്ട്രീയത്തിലൂടെയാണ് നിലനിന്നതെങ്കിലും BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ടായിരുന്നു. അപ്പം മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോഴത്തേക്കും BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലായിരുന്നു. അപ്പം നമ്മൾ മോഡിയുടെ പൊളിറ്റിക്കൽ ഗ്രാഫ് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു പിന്നോട്ടടി ഉണ്ടായത് ഈ കാലഘട്ടത്തിലായിരുന്നു. അപ്പം പലരും നരേന്ദ്രമോദിയുടെ യുഗം കഴിഞ്ഞു. അപ്പം ആ തരത്തിൽ ഒരുപാട് നിരീക്ഷണങ്ങളുണ്ടായി. നമ്മുടെ മാധ്യമങ്ങളിൽ നമ്മൾ ഈ ഇടതുപക്ഷ നിരീക്ഷകന്മാരായിട്ടുള്ളവരൊക്കെ വളരെ, കേരളത്തിൽ വിശേഷിച്ചുമൊക്കെ വളരെ ആഘോഷിക്കേണ്ടത് നരേന്ദ്രമോദിയുടെ തിളക്കം പോയി എന്നുള്ളത്. അതായത് ഘടകകക്ഷികളെ ഡിപ്പെൻഡ് ചെയ്യുന്ന തരത്തിലേക്കുള്ള ദുർബലനായ പ്രധാനമന്ത്രി ആയിരിക്കും മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ കാണുക എന്ന് കേരളത്തിലെ മുഖ്യധാര പത്രങ്ങൾ പോലും മുഖപ്രസംഗം എഴുതിയിരുന്നു. ഒറ്റ നോട്ടത്തിൽ നമുക്കതിനകത്തൊരു ശരിയുണ്ടെന്ന് തോന്നില്ല. കാരണം മൻമോഹൻ സിംഗ് സർക്കാരിനെ പോലെ ഭരണകക്ഷിക്ക് ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥ. കാരണം ആദ്യത്തെ മൻമോഹൻ സിംഗിൽ കോൺഗ്രസിന് 145 സീറ്റ്, 2000 പറഞ്ഞ ഗവൺമെൻറ്റിൽ 206 സീറ്റുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഭൂരിപക്ഷമില്ലാത്ത ഒരു പാർട്ടി എന്നുള്ള തരത്തിൽ അപ്പം BJP ഭരണം ആ തരത്തിൽ ശക്തി കുറഞ്ഞ ദുർബലമായ ഒരു ഭരണമായിരിക്കുന്ന പ്രതീക്ഷയെങ്കിൽ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. മൂന്നാം നരേന്ദ്രമോദി സർക്കാരാണ് കഴിഞ്ഞ 12 വർഷത്തിനകത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും ശക്തമായി മുന്നേറിയത്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നന്ദി പറയേണ്ടത് BJPയെക്കാളുപരി രാഹുൽ ഗാന്ധി നയിക്കുന്ന പ്രതിപക്ഷത്തിനാണ്. കാരണം 2024 ഇന്ത്യൻ പ്രതിപക്ഷം നേടിയ കരുത്തെന്ന് പറയുന്നത് അതിനു മുമ്പ് ഒരു വർഷം അവർ അധ്വാനിച്ചിരുന്നു. അപ്പം നമുക്കറിയാമല്ലോ ബീഹാറിലാണ് അവരെ ഈ നിലവിലുണ്ടായിരുന്ന UPA എന്നുള്ള സഖ്യം 2004 മുതൽ നിലവിലുണ്ടായിരുന്ന കോൺഗ്രസ് സഖ്യത്തിന് പുതിയ നാമകരണം നടത്തിയിട്ട് ഇന്ത്യ അലയൻസ് എന്നുള്ള തലത്തിലൊരു പുതിയ ഒരു രാഷ്ട്രീയ നാമം, ഒരു പുതിയ മുന്നണി രാഷ്ട്രീയം കൊണ്ടുവന്നു. അതിൽ ബീഹാറിൽ നടന്ന സമ്മേളനത്തിൽ അന്ന് നിതീഷ് കുമാർ ഉൾപ്പെടെ അവരെ ഭാഗത്ത് ചെന്നതാണ്. കോൺഗ്രസ് പക്ഷത്തേക്ക് BJP ഭാഗത്ത് ഒരുപാട് പതിറ്റാണ്ടുകളായി BJPയോടൊപ്പം നിന്ന നിതീഷ് കുമാർ ചാടി അപ്പുറത്ത് പോകുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ അപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു BJPയുടെ പ്രധാന ഘടകകക്ഷിയായിരുന്ന ജനതാദൾ യുണൈറ്റ് പുറത്തു പോകുന്ന സാഹചര്യം, തീർച്ചയായിട്ടും BJPക്ക് ക്ഷീണമുണ്ടാകും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ നമ്മുടെ ഇത് ആദ്യം നമ്മൾ സംഭവിക്കുന്നത് ആദ്യം തന്നെ അതിൽ നിന്ന് പുറത്തു ചാടിയത് നിതീഷ് കുമാർ ജനതാദൾ യുണൈറ്റഡുമായിരുന്നു. ഇന്ത്യ അലയൻസിന് പുറമേ നിന്ന് പുറത്തു പോയി. പിന്നീട് തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ മുന്നേറ്റം നടത്തിയെങ്കിൽ പോലും അവർക്ക് ആ വിജയം നിലനിർത്താൻ കഴിഞ്ഞില്ല. അപ്പം അപ്പോൾ അങ്ങനെ വീണ്ടും അവർ ഈ ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീനിൻ്റെ തലയിൽ വെച്ചിട്ട് വോട്ട് ചോരി എന്നുള്ള ഒരു പുതിയ ആരോപണവുമായിട്ട് 2024 ശേഷം അങ്ങനെയാണ് വരുന്നത്. അവിടെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു വലിയ നേട്ടമെന്ന് പറയുന്നത് 2024 മെയ് മാസത്തിലുണ്ടായ ക്ഷീണം 2024 ഡിസംബറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലുണ്ടായില്ല. BJP ചരിത്രത്തിൽ ആദ്യമായിട്ട് വൻപിച്ച വിജയം നേടി അവിടെ ഭൂരിപക്ഷം നേടി അവിടെ അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവിടെയാണ് നമ്മൾ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം, അല്ലെങ്കിൽ എല്ലാ വീഴ്ചയെയും അതിജീവിക്കുന്ന കരുത്ത്, അതിനെ നേട്ടമാക്കി മാറ്റാനുള്ള അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയമായ അദ്ദേഹത്തിൻ്റെ കരുത്ത്, അത് നമ്മൾ മാത്രമല്ല ലോകം മുഴുവനും അത് നിരീക്ഷിച്ചിരുന്നു. പിന്നീട് നടന്ന നമ്മൾ തിരഞ്ഞെടുപ്പ് പരിശോധിച്ച് കഴിഞ്ഞാൽ
പ്രതിപക്ഷ സഖ്യത്തിന് നേട്ടമുണ്ടാകുന്ന തെരഞ്ഞെടുപ്പുകളൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ കേരളത്തിലെ ഇന്ത്യ അലയൻസിൻ്റെ ഫുട്ബോളിലാണ് യാത്ര ചെയ്തതെങ്കിൽ ഇടതുപക്ഷ മുന്നണി ഇന്ത്യ അലയൻസിൻ്റെ ആണ് ഡൽഹി ചെല്ലുമ്പോൾ. പക്ഷേ കേരളത്തിൽ അവർ പരാജയപ്പെട്ടു. ഇന്ത്യ അലയൻസിൻ്റെ ഏറ്റവും മുന്നണി പോരാളിയായിരുന്ന DMK പരാജയപ്പെട്ടു. അവിടെ BJPക്ക് നേട്ടമുണ്ടായില്ലെങ്കിലും DMK ഏറ്റവും BJPക്കെതിരായ ശക്തിയായി നിന്ന മോഡിക്കെതിരായ ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തിയ ദ്രാവിഡ രാഷ്ട്രീയം ഉയർത്തി കാണിച്ച DMK അവിടെ പരാജയപ്പെടുന്നു. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി അഗ്രസീവായിട്ട് നരേന്ദ്രമോദിയെ ചോദ്യം ചെയ്ത് കേന്ദ്ര സർക്കാരിനെയും ഗവൺമെൻറ്റിനെയും ഒക്കെ ചലഞ്ച് ചെയ്ത് സുപ്രീം കോടതിയിൽ വരെ മുഖ്യമന്ത്രി പോയി ഫൈറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. നേരിട്ട് പോയി സുപ്രീം കോടതിയിൽ വാദിച്ച ഇന്ത്യയിലെ മുഖ്യമന്ത്രിയാണ്. ആ തരത്തിൽ പശ്ചിമ ബംഗാളിലും അവർ തോറ്റു എന്നുള്ളത്. അതായത് അതേസമയം BJP ആസാമിലെ ഭരണം നിലനിർത്തി. പശ്ചിമ ബംഗാൾ പോലെ സ്റ്റേറ്റ് അവരെ തിരിച്ചു പിടിച്ചു. അപ്പോൾ കേരളത്തിലും അവരുടെ പ്രസൻസ് നിയമസഭയിലും ലോകസഭയിലും കാണിച്ചു. അങ്ങനെ നോക്കുമ്പോൾ പിന്നെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് BJPയും NDAയും വലിയ വിജയം നേടുക ചെയ്തത്. അപ്പോൾ ശരിക്കും നരേന്ദ്രമോദി കൂടുതൽ കരുത്തനായി മാറുകയാണ്. മറ്റൊരു പ്രധാന പ്രത്യേകത നമ്മളിവിടെ കാണേണ്ടത് മോഡിക്കെതിരായ രാഷ്ട്രീയത്തിൽ വളരെ അഗ്രസീവ് നിലപാടെടുത്തുന്ന DMK, ശിവസേന, അതിലെ NCP, അവസാനം TMC, അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടി, ഈ പാർട്ടികളൊക്കെ തന്നെ ഇന്ന് ഏതാണ്ട് തകർന്ന് തരിപ്പണമായെന്ന് പറയാം. അതിനകത്ത് DMK മാത്രമാണ് ഫിസിക്കലി പ്രശ്നമില്ലാതെ നിലനിൽക്കുന്നത്. പരാജയപ്പെട്ടെങ്കിലും അവരുടെ MP കൂടെയുണ്ട്. ഏതാണ്ട് ശിവസേന പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമാകുന്ന സാഹചര്യം ഉണ്ടായി. NCPയും വിമതപക്ഷത്തിനാണ്, BJP കൂടെ നിൽക്കുന്ന പക്ഷത്തിനാണ് മേൽക്കോയ്മ ഉണ്ടായത്. ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ മെമ്പർമാരെല്ലാം BJPയിലേക്ക് പോകുന്നു. ഡൽഹിയിൽ ആം ആദ്മിയിൽ നിന്ന് BJP അധികാരം തിരിച്ചു പിടിക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ അലയൻസിൻ്റെ നെടുംതൂണുകളായ രാഷ്ട്രീയ പാർട്ടികളായ DMK, TMC, ശിവസേന, അതുപോലെ തന്നെയാണ് NCP, അതുപോലെ ഇടതുപക്ഷം, അതുപോലെ ആം ആദ്മി പാർട്ടി, അവർ ഇന്ത്യ മുന്നണിയിൽ പല സമയത്ത് അകത്തും പുറത്തും നിൽക്കുന്നവരാണ്. ഇവരെല്ലാവരും ദുർബലമാകുകയും അവരുടെ ആൾക്കാരിന്ന് BJP പക്ഷത്ത് വരികയും ചെയ്തു. അപ്പോൾ ഇന്ന് പാർലമെൻറ്റിൽ BJPക്ക് 2024 കിട്ടിയ, BJP മുന്നണിക്ക് 2024 കിട്ടിയതിനേക്കാളും കൂടുതൽ വോട്ട് പാർലമെൻറ്റിൽ BJPക്ക് കിട്ടുന്ന, വിശേഷിച്ച് ലോക്സഭയിൽ കിട്ടുന്ന സാഹചര്യം ഉണ്ടായി. രാജ്യസഭയിൽ ആ തരത്തിലുണ്ടായി. അപ്പോൾ നമ്മളിപ്പം കാണുന്നത് ഇന്ത്യൻ പ്രതിപക്ഷം അപ്പം ഭാരത് ജോഡോ യാത്രയൊക്കെ നടത്തി രാഹുൽ ഗാന്ധി വലിയ വിജയം നേടി എന്നൊക്കെ അവകാശപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ജോഡോ യാത്ര പോയ സ്ഥലത്തൊന്നും കോൺഗ്രസ് ജയിച്ചിട്ടില്ലായിരുന്നു. പോകാത്ത സ്ഥലങ്ങളിൽ സമാജ്വാദി പാർട്ടിയുടെ കഴിവുകൊണ്ടും അതിലെ മഹാരാഷ്ട്രയിലെ അലയൻസ് കൊണ്ടുമാണ് കോൺഗ്രസിന് നേട്ടം ഉണ്ടാക്കിയത്. പക്ഷേ പിന്നീട് അത് നിലനിർത്താൻ കഴിയാതെ പോയി. അപ്പോൾ ഹരിയാനയിലും നമ്മൾ വിട്ടുപോയ ഒരു സ്റ്റേറ്റായിരുന്നു. ഹരിയാനയും അതുപോലെ കോൺഗ്രസ്സിന് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിനുശേഷം വോട്ട് ചോരി വന്നപ്പോൾ SIR-നെതിരായിട്ടുള്ള വലിയ മുന്നേറ്റമൊക്കെ കോൺഗ്രസ് നടത്തിയെങ്കിലും ജനങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോയി. ഫലത്തിൽ ഇന്ത്യൻ പ്രതിപക്ഷം ഇന്ന് ഒരു പരാജയത്തിന് പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു എന്നുള്ള തരത്തിലേക്ക് മാറിയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് തുടർച്ചയായി 2ാം വർഷമാണ് ചെങ്കോട്ടയിൽ അതിഥിയായി പങ്കെടുക്കാതിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാത്തതാണ്. മാത്രമല്ല കോൺഗ്രസിൻ്റെ ഡിക്ലെയർഡ് പോളിസിയായ വന്ദേമാതര വിഷയത്തിൽ, ഗാനത്തിൻ്റെ വിഷയത്തിൽ കോൺഗ്രസ് ആസ്ഥാനത്ത് വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ മേൽക്കോയ്മയിൽ ഭരിക്കുന്ന കേരളത്തിൽ മാത്രമാണ് കോൺഗ്രസ് മാനം കാത്തത്. അതേസമയം കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലും കർണാടകത്തിലും അതുപോലെ തെലുങ്കാനയിലും വന്ദേമാതരം പൂർണ്ണ രൂപത്തിൽ ആലപിക്കുകയും ചെയ്തു. അപ്പോൾ കേരളത്തിൽ നമ്മളതിൻ്റെ ക്രെഡിറ്റ് VD സതീശനല്ല കൊടുക്കേണ്ടത്, അത് മുസ്ലിം ലീഗിന് കൊടുക്കണം. കാരണം കേരളത്തിലെ മുസ്ലിം ലീഗാണ് അതിൻ്റെ പൂർണ്ണമായിട്ടും അതിൻ്റെ അവകാശികൾ. കാരണം മുസ്ലിം ലീഗ് വിചാരിക്കുന്നവരാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. അപ്പോൾ കേരളത്തിൽ നമുക്കറിയാമല്ലോ, ഈ നമ്മുടെ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ ഭൂരിപക്ഷം കിട്ടിയ ആളല്ല കേരളത്തിലെ മുഖ്യമന്ത്രിയായത്. അപ്പോൾ അതിൻ്റെ ഒരു ചരിത്ര വിദ്യാർത്ഥി, ഒരു രാഷ്ട്രീയ മീമാംസാ വിദ്യാർത്ഥി ഈ വിഷയം പഠിക്കുമ്പോൾ അതിൽ നമ്മൾ കാണുന്ന മാജിക് എന്താണ്? അതായത് 62 MLA-മാരിൽ 45 പേര് പിന്തുണച്ച ആളിന് മുഖ്യമന്ത്രിയാകാൻ കഴിയാത്ത സാഹചര്യം കേരളത്തിലുണ്ടായത് കേരളത്തിലെ മുസ്ലിം ലീഗ് എന്നുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ കഴിവാണ്. അതുകൊണ്ട് വന്ദേമാതര വിഷയത്തിൽ കോൺഗ്രസ് കേരളത്തിൽ പിടിച്ചു നിന്നു. പക്ഷേ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങളിലും അവർക്കത് നിലനിർത്താൻ കഴിയും. അതിന് പ്രധാന കാരണം ഈ വിഷയത്തിൽ കോൺഗ്രസിന്, അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് അത്രയും നിലപാട് കർണാടകത്തിലോ തെലുങ്കാനയിലോ
അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശിലോ എടുക്കാൻ കഴിയില്ല. ഇസ്ലാമിസ്റ്റുകൾക്ക് ശക്തിയുള്ളതുകൊണ്ട് കേരളത്തിൽ അതിന് മാർക്കറ്റ് ഉണ്ടാവും. കേരളത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഇടതുപക്ഷവും ഇസ്ലാമിസവും നിയന്ത്രിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയയിൽ നമ്മുടെ മാധ്യമ ലോകത്തും അവർക്ക് അതിന് മേൽക്കൈമുണ്ടാകും. പക്ഷേ ഇന്ത്യയിൽ അത് നടക്കില്ല. അപ്പം നമ്മൾ കോൺഗ്രസ് ഒരു തിരിച്ചു വരവിന് സാധ്യതയില്ലാത്ത തരത്തിലേക്കാണ് കോൺഗ്രസ് ഇപ്പോൾ പിന്നോട്ട് പോയിരിക്കുന്നത്. അപ്പം കോൺഗ്രസ്സിന് സാധ്യതയുണ്ടാകുമായിരുന്നു. നമ്മളിപ്പോൾ ഇനി നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള വരുന്ന അടുത്ത വർഷം, അതായത് ഇനി ഏതാനും 4-5 മാസങ്ങൾക്കുള്ളിൽ നമ്മൾ ഇലക്ഷന് പോകാൻ പോവുകയാണ്. ആ 7 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ഇപ്പോൾ ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ് കോൺഗ്രസ്സിന് നഷ്ടമാകും. പഞ്ചാബിൽ കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയില്ല. അവർക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന സ്റ്റേറ്റ് പഞ്ചാബാണ്. അതെ, ഗോവയിലും അവർക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്തായാലും. ഇനി അവർ ജയിച്ചാലും ഗോവയിലെ ചരിത്രം നമുക്കറിയാമല്ലോ, അവിടെ അവർക്ക് നിലനിൽക്കാൻ കഴിയില്ല. ഗോവയിൽ 2012 മുതൽ BJP ഭരണം തുടരുകയാണ്. അതുപോലെ മണിപ്പൂരാണ് അവർക്കൊരു പ്രതീക്ഷ വേണമെങ്കിൽ ഉണ്ടാകുന്ന ഏക സംസ്ഥാനം. ഈ 7 സംസ്ഥാനങ്ങളിൽ മണിപ്പൂരിൽ വേണമെങ്കിൽ കോൺഗ്രസിന് മുന്നോട്ട് വരാൻ കഴിയും. അത് അവിടുത്തെ പ്രാദേശിക പാർട്ടികളും കൂടെ സഹായിക്കണം. അങ്ങനെയാണെങ്കിൽ ലോകസഭയുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ മണിപ്പൂരിൽ ചെറിയ മുന്നേറ്റമുണ്ട്. അത് വലിയൊരു വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. BJPയും കോൺഗ്രസ് തമ്മിൽ 1% വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ മണിപ്പൂരിൽ. പിന്നീട് വരുന്നത് ഗുജറാത്തും ഹിമാചലുമാണ്. അപ്പോൾ ഹിമാചലിൽ ഓരോ തെരഞ്ഞെടുപ്പിലും മാറി മാറി വരുന്ന രാഷ്ട്രീയ പ്രക്രിയയാണ്. അത് ഗുജറാത്തിൽ കോൺഗ്രസ് ഈ കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പിലും, ഇപ്പം നടന്ന ഉപതെരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസ് പിന്നോട്ട് പോയി. മറ്റൊരു പ്രധാന കാര്യം, നമ്മുടെ പാർലമെൻറ്റിൽ നരേന്ദ്രമോദി സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ കഴിയുമായിരുന്ന പ്രധാന 2 സംഭവങ്ങളാണ് നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടും അതുപോലെ രാമക്ഷേത്രത്തിലുണ്ടായ സാമ്പത്തികമായ ക്രമക്കേടുകളും. ഇത് രണ്ടും നമ്മളെ പാർലമെൻറ്റിൽ ചർച്ചാ വിഷയമാക്കാതിരിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു എന്നുള്ളതാണ്. അതായത് പാർലമെൻറ്റിൻ്റെ രേഖകളിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ചർച്ച ചെയ്തിരുന്നെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിനെയും അതായത് പ്രതിസ്ഥാനത്ത് നിർത്താൻ കഴിയുന്ന തരത്തിൽ, അതായത് ഇപ്പോൾ നമ്മളൊരു BJP അനുഭാവിക്ക് പോലും ഡിഫെൻഡ് ചെയ്യാൻ കഴിയാത്ത 2 വിഷയങ്ങളാണ് നീറ്റ് പരീക്ഷയിലുണ്ടായ അത് ഗവൺമെൻറ് നേരിട്ടല്ലെങ്കിലും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ തുടർച്ചയായിട്ടുള്ള വീഴ്ച. അത് ഗവൺമെൻറ്റിൻ്റെ എൻ്റെ മോറൽ റെസ്പോൺസിബിലിറ്റി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് അവിടെ മന്ത്രി രാജിവെച്ചത്. അവിടെയും നമ്മൾ എടുത്തു പറയേണ്ട ഇന്ത്യൻ പ്രതിപക്ഷത്തിൻ്റെ പരാജയം എന്ന് പറയാനുള്ളൊരു പ്രധാന കാരണം, നരേന്ദ്രമോദി സർക്കാർ ആദ്യമായിട്ട് ഒരു മന്ത്രി അതിന് കാരണമായത് പ്രതിപക്ഷത്തിൻ്റെ സമരത്തിലല്ല, ഒരു പുതിയ പാർട്ടി നടത്തിയ സമരത്തിൽ അവരുടെ നെഗോഷിയേഷൻസിൻ്റെ ഭാഗമായിട്ടാണ്. അവിടെയും പ്രതിപക്ഷം നോക്കുകുത്തിയായി മാറി. അപ്പം നീറ്റ് വിഷയത്തിലും പ്രതിപക്ഷം നോക്കുകുത്തിയായി, രാമക്ഷേത്ര വിഷയത്തിലും നോക്കുകുത്തിയായി. BJPയുടെ പ്രസിഡന്റിൻ്റെ മണ്ഡലത്തിൽ BJP പരാജയപ്പെട്ടതും ഇതൊന്നും തന്നെ പാർലമെൻറ്റിൽ ഒരു ചർച്ചാ വിഷയമാക്കി കൊണ്ടുവരാൻ കഴിഞ്ഞില്ല, ജനശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അവസാനം വന്ദേമാതര ഗാനത്തിൽ അവർ മൂക്കിടിച്ച് വീഴുന്ന അവസ്ഥയിലേക്ക് പോയി. അതായത് എന്താണോ പറഞ്ഞത് അതല്ല അവർ പ്രാക്ടീസ് ചെയ്തത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർക്ക് ആ വിഷയത്തിൽ പോലും നീതി പുലർത്താനും കഴിഞ്ഞില്ല. അതിൽ കോൺഗ്രസ് ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങൾ നമുക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയുടെ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നടത്തുന്ന പരിപാടിയിൽ പോലും വന്ദേമാതര ഗാനത്തിൽ എന്താണോ രാഹുൽ ഗാന്ധി പറയുന്നത്, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്, അതവിടെ അവർക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വരുമ്പോഴേ സമ്പൂർണ്ണ പരാജയത്തിലേക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം മാറുകയാണ്. ഒന്ന്, സ്ട്രക്ചറലായിട്ട് പ്രതിപക്ഷ നിരയിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ DMK ഇന്ന് ഇന്ത്യ അലയൻസിലില്ല. TMC പിളർന്ന് ഏതാണ്ട് തരിപ്പണമായി. NCPയും ശിവസേനയും അതുപോലെ ദുർബലമാണ്. ഭൂരിപക്ഷം പേരും കൂടെ ഉണ്ടായിരുന്നവരും ഇന്ന് BJPയിലേക്ക് പോയി. അതുപോലെ ആം ആദ്മി പാർട്ടിയും ഇന്ന് പഞ്ചാബിൻ്റെ കരുത്തിൽ നിൽക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ അലയൻസിലെ പ്രധാന ഘടകകക്ഷികളെല്ലാം തന്നെ ഇന്ന് പിന്നോട്ടടിച്ച് നിൽക്കുന്ന സാഹചര്യമാണ്. അപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 3-2 ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും വരുന്ന ആളുകളിൽ ലോക്സഭയിൽ 3-2 ഭൂരിപക്ഷത്തിനടുത്ത് BJPയും BJPയെ പിന്തുണയ്ക്കുന്ന MPമാരുടെയും നമ്പർ കൂടാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോഴേ നമ്മുടെ പ്രതിപക്ഷം ഇന്ത്യ അലയൻസും പൂർണ്ണ പരാജയമായി മാറും. അതിൽ ഇടതുമുന്നണി, ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ ഇടതുമുന്നണിയുടെ ദയനീയമായ പരാജയം കൂടെ നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായി ഇടതുമുന്നണിയും കൂടെ മാറുമ്പോൾ അത് പൂർണ്ണമാകുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.